പരമ്പരാഗത ലാറ്റിൻ കുർബാന അഥവാ ട്രഡന്റൈൻ മാസ് നിരോധിക്കരുതെന്ന് അഭ്യർത്ഥിച്ച് മെക്സിക്കൻ കർദിനാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കത്തെഴുതി. ജൂലൈ 6 പരിശുദ്ധ പിതാവിന് അയച്ച കത്തിൽ ഗ്വാഡലജാറയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജുവാൻ സാന്റോവൽ ഇൻഗ്യൂസ് വിശുദ്ധ പിയൂസ് 5 ലത്തീൻ കുർബാന നിരോധിക്കുന്നതിനെപ്പറ്റി പ്രചരിക്കുന്ന വാർത്തകളെക്കുറിച്ച് പരാമർശിച്ചാണ് കത്ത് ആരംഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് സംഭവിക്കാൻ അനുവദിക്കരുതെന്നും മെക്സിക്കൻ കർദിനാൾ കത്തിൽ അഭ്യർത്ഥിച്ചു. 2023 ഒക്ടോബറിൽ വത്തിക്കാനിൽ നടന്ന സിനഡോൺ സിനഡാലിറ്റിയിലേക്ക് മറ്റ് 4 കർദിനാൾമാർക്കൊപ്പം അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഈ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് കത്തയച്ചപ്പോൾ അതന്ന് വലിയ വാർത്തയായിരുന്നു. പരമ്പരാഗത ലത്തീൻ കുർബാനയ്ക്ക് വത്തിക്കാൻ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും എന്നാൽ പരമ്പരാഗത ലാറ്റിൻ കുർബാന അർപ്പിക്കുന്നതിന് പരിശുദ്ധ സിംഹാസനം കാര്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2021 ഫ്രാൻസിസ് മാർപ്പാപ്പ മോട്ടു പ്രൊപ്രിയോ ട്രഡീഷനിസ് കസ്റ്റോഡ്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. അന്നു മുതൽ റോമൻ ആചാരത്തിൻ്റെ അസാധാരണമായ രൂപത്തിൽ കുർബാന അർപ്പിക്കുന്നതിന് നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അടുത്തിടെ ഈ മാസം അവർ ലേഡി ഓഫ് കൊവഡോങ്കയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ പരമ്പരാഗത ലത്തീൻ കുർബാന അർപ്പിക്കുന്നത് വത്തിക്കാൻ നിരോധിച്ചിരുന്നു. പരമ്പരാഗത ലത്തീൻ കുർബാന അഥവാ ട്രഡന്റൈൻ മാസ് അതുവരെ നിലനിന്നിരുന്ന വിവിധ ആചാരങ്ങളെ ഏകീകരിച്ചുകൊണ്ട് വിശുദ്ധ പയസ് 5 മാർപ്പാപ്പ 1570 സ്ഥാപിച്ചു. പ്രാദേശിക ഭാഷയുമായി ചേർന്നും സഭയുടെ ഔദ്യോഗിക ഭാഷയായതിനാലും ഈ മാസിൽ ലാറ്റിൻ ഉപയോഗിക്കുന്നു. 2ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് തന്നെ പരമ്പരാഗതമായി അർപ്പിച്ചിരുന്ന കുർബാനയാണ് ട്രഡന്റൈൻ മാസ്. 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് ട്രഡന്റൈൻ മാസ് എന്ന പേര് വന്നത്. 20ാം നൂറ്റാണ്ടിലെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാം വത്തിക്കാൻ കൗൺസിൽ നിർദ്ദേശിച്ച പ്രകാരമാണ് ലത്തീൻ ഭാഷയിൽ കുർബാന അർപ്പിച്ചിരുന്നത്.